എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ 2024 അവസാനിക്കും മുൻപ് തന്നെ വിദേശത്ത് ജോലി, അതുപോലെ തന്നെ നാട്ടിലൊരു തൊഴിൽ ഭാഗ്യം, വിവാഹം, കർമ്മമേഖലകളിൽ പുരോഗതി, ഇങ്ങനെ ഒട്ടനവധി സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന നക്ഷത്രജാതകരെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം മകം നക്ഷത്ര ജാതകരെക്കുറിച്ച്. ഇവർ ഈ വർഷം അവസാനിക്കും മുൻപ് തന്നെ സുഹൃത്തുക്കളുടെ സഹായത്താലോ ഏജൻസി വഴിയോ വിദേശത്തൊരു തൊഴിൽ സമ്പാദിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. അതോടൊപ്പം തന്നെ കർമ്മ മേഖലകളിൽ ഏറ്റവും കൂടുതൽ ഉയർച്ച കൈവരിക്കുന്നൊരു സമയം കൂടിയാണ് മകം നക്ഷത്രക്കാർക്ക്. ചില മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പാരിതോഷികങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങളിലൂടെ കുറച്ച് സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. രേഖാപരമായിട്ടുള്ള കാര്യങ്ങൾ, ബാങ്ക് ഇടപാടുകൾ എന്നിവ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ കാണുവാനും സന്തോഷം പങ്കുവെക്കുവാനും അവസരങ്ങൾ ലഭിക്കും. നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കും. യാത്രകൾ ശുഭവും ഫലപ്രദവും ആകും. കർഷകർക്കും കലാകാരന്മാർക്കും പൊതുവെ മെച്ചപ്പെട്ട ഫലങ്ങൾ ഉണ്ടാകും. മുടങ്ങി നിൽക്കുന്ന വിദേശയാത്രകൾ തടസ്സങ്ങൾ നീങ്ങി നല്ല രീതിയിൽ ശുഭമായിട്ട് നടക്കും. കാലുകൾക്കും ഉദരത്തിനും ചെറിയ അസുഖങ്ങളും വേദനയും അനുഭവപ്പെടുമെങ്കിലും ഭയപ്പെടേണ്ടതില്ല. ആയുധങ്ങൾ, മറ്റ് ഇരുമ്പ് കൊണ്ടുള്ള വസ്തുക്കൾ, യന്ത്രങ്ങൾ എന്നിവയിൽ നിന്നൊക്കെയുള്ള അപകടങ്ങൾ ശ്രദ്ധിക്കണം. പുതിയ ഗൃഹങ്ങൾ നിർമ്മിക്കുവാനോ വാങ്ങുവാനോ പറ്റിയ സമയമാണ്. ധനവിനിയോഗം കാര്യക്ഷമവും ശ്രദ്ധാപൂർവവും ആക്കുക. പ്രണയിക്കുന്നവർക്ക് ഇഷ്ടപ്രാപ്തിക്കും ഈ സമയത്ത് സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. മകം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് വ്യാഴാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കുക. ഭാഗവതം, നാരായണീയം, വിഷ്ണു സഹസ്രനാമം ഇവയിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിത്യേന പാരായണം ചെയ്യാനും ഒന്ന് ശ്രദ്ധിക്കണം. ഇനി അത്തം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഈ ഒരു വർഷം ഈശ്വരാധീനം ഉള്ള സമയം ആയതുകൊണ്ട് ഇവർക്കൊരു വിദേശ ജോലി ഉറപ്പിക്കാവുന്ന സമയമാണ്. കാര്യങ്ങളെല്ലാം പ്രതീക്ഷയ്ക്കൊത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി നടപ്പാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് ഇവർക്ക് ഏറെ ഗുണം ചെയ്യുന്നതായിരിക്കും. മത്സര പരീക്ഷകളിലും തൊഴിൽ അന്വേഷണങ്ങളിലും മനസ്സംതൃപ്തി വർദ്ധിച്ചു വരും. ആഭരണങ്ങൾ സമ്മാനമായിട്ട് ലഭിക്കാനും അതുപോലെ നഷ്ടപ്പെട്ട വിലപിടിപ്പുള്ള വസ്തുക്കൾ തിരികെ ലഭിക്കുന്നതിനും ഉള്ള വഴികൾ തുറക്കുന്നതും കാണുവാൻ ഈ ദിവസങ്ങളിൽ തന്നെ സാധിക്കും. കുഞ്ഞുങ്ങളിൽ രോഗങ്ങളും മറ്റ് ശാരീരികവും മാനസികവുമായ വൈഷമ്യങ്ങളും ധാരാളമായി ഉണ്ടാകുമെങ്കിലും ഭയപ്പെടേണ്ടതില്ല. വാഹനങ്ങൾ, നാൽക്കാലികൾ എന്നിവയെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ട സമയം കൂടിയാണ് വരുന്നത്. ഈ നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് നിത്യേന നാമജപം നടത്തേണ്ടതാണ്. രാമനാമം, പഞ്ചാക്ഷരി മന്ത്രം എന്നിവ ജപിച്ച് ശിവഭഗവാനെയും ശ്രീരാമസ്വാമിയെയും പ്രീതിപ്പെടുത്തുന്നത് വേഗം തന്നെ ഇവർക്ക് ദോഷശാന്തി നൽകും. ഇനി ചോതി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഈ ഒരു വർഷം ഇവരുടെ ജീവിതത്തിൽ അത്യാപത്തുകൾ ഒന്നും ഉള്ള സമയമല്ല. ഒരു സർക്കാർ ഉദ്യോഗം ലഭിക്കാനോ വിവാഹ തടസ്സങ്ങൾ മൂലം വിവാഹം നടക്കാതിരുന്നവർക്ക് നല്ലൊരു കുടുംബബന്ധം ലഭിക്കാനും ഉള്ളൊരു യോഗം ഈ സമയത്ത് കാണുന്നുണ്ട്. വാഹനങ്ങൾ, കന്നുകാലികൾ, കൃഷി, വ്യവസായം എന്നീ മേഖലകൾ പുഷ്ടി പ്രാപിക്കും.
ആരോഗ്യ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ്. ഭൂമി സംബന്ധമായ വ്യവഹാരങ്ങൾ, തർക്കങ്ങൾ, ആപത്തുകൾ എന്നിവയൊക്കെ മാറിക്കിട്ടും. വിദ്യയിലെ തടസ്സങ്ങൾ നേരിട്ടവർക്ക് തുടർ വിദ്യാഭ്യാസത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ്. വാണിജ്യ മേഖല മുമ്പില്ലാത്തവണ്ണം ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഗവൺമെൻറ്റിൽ നിന്നും ചില സഹായങ്ങൾ ലഭിക്കും. കൂട്ടുകച്ചവടങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉടലെടുക്കാൻ സാധ്യതകൾ കൂടുന്നുണ്ട്. അത് വലിയ നാശനഷ്ടങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്യും. ഗൃഹനിർമ്മാണത്തിനും ഭൂമി സംബന്ധമായ കൊടുക്കൽ വാങ്ങലുകൾക്കും പറ്റിയ സമയമാണ്. ഈ നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ചെയ്യേണ്ടത് സുബ്രഹ്മണ്യ ഭജനം, ശാസ്താഭജനം, ശനീശ്വര ഭജനം എന്നിവ മുടങ്ങാതെ നടത്താനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നോക്കാം ഉത്രാടം നക്ഷത്ര ജാതകരെക്കുറിച്ച്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാനും പറ്റിയ സമയം തന്നെയാണ് വരുന്നത്. വളരെ കാലങ്ങളായിട്ട് അനുഭവിക്കുന്ന ധനനഷ്ടം, സാമ്പത്തിക കാര്യങ്ങളിലുള്ള അപമാനങ്ങൾ എന്നിവ പരിഹരിക്കാൻ മാർഗങ്ങൾ മുന്നിലേക്ക് വരുമെങ്കിലും അതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ഫലം ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസവും ഉത്സാഹവും സദാസമയവും കൈവിടാതെ നിലനിർത്തിക്കൊണ്ടിരിക്കണം. പൈതൃക സമ്പത്തിനെക്കുറിച്ചുള്ള കലഹങ്ങൾ മാറിത്തുടങ്ങും. വ്യാപാര, വ്യവസായ, കാർഷിക മേഖലകളിൽ നല്ല കാലത്തിൻ്റെ തുടക്കം കണ്ടു തുടങ്ങും. കല, സാഹിത്യം, അധ്യാപനം, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ മനസ്സംതൃപ്തിയോടെ കർമ്മമനുഷ്ഠിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെറിയ വ്യത്യാസം കൊണ്ട് വളരെ വലിയ ഭാഗ്യങ്ങൾ തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് വരാം. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവഭജനം മുടങ്ങാതെ നടത്തുക. കൂവളത്തില, എണ്ണ എന്നിവ ശിവങ്കൽ തിങ്കളാഴ്ചകളിൽ സമർപ്പിക്കുന്നതും ഏറെ ഗുണം ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് അവിട്ടം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. എല്ലാ കാര്യങ്ങളിലും വളരെയധികം സൂക്ഷ്മത പുലർത്തേണ്ട സമയമാണ്. കാര്യങ്ങളിലെ വിഘ്നവും ബന്ധങ്ങളിലെ വിള്ളലുകളും മാറിക്കിട്ടും. തൊഴിൽപരമായിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും ഈ സമയത്ത് ഉണ്ടാകില്ല. വിദേശത്തൊരു തൊഴിൽ വാഗ്ദാനം ചെയ്തിരുന്ന ബന്ധുക്കൾ സഹായിക്കുന്നത് മൂലം വിദേശത്ത് ജോലി ഉറപ്പിക്കാവുന്ന സമയം കൂടിയാണ് അവിട്ടം നക്ഷത്ര ജാതകർക്ക്. യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക ക്ലേശങ്ങളും ഈ സമയത്ത് അനുഭവിക്കേണ്ടി വരില്ല. ശരീരത്തിൻ്റെ നാനാഭാഗങ്ങളിലായിട്ട് അകാരണമായിട്ടുള്ള വേദനകൾ അനുഭവപ്പെടുന്നവർക്ക് സുഖം ലഭിച്ചു തുടങ്ങും. കർമ്മമേഖലയിൽ സശ്രദ്ധമായ സമീപനം ഈ സമയത്ത് അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം തൊഴിൽ നഷ്ടപ്പെടുവാനും സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവമായ ഇടപെടലുകൾ ബന്ധുജനങ്ങളുമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ സമയത്ത് അവിട്ടം നക്ഷത്ര ജാതകർ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില വാക്കുകളിൽ വരുന്ന തെറ്റിദ്ധാരണ വലിയ അകലങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതകൾ കൂടുതലാണ്. സാമ്പത്തിക മേഖല വളരെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകും. കയ്യിലുള്ള ധനം ഉപയോഗപ്രദം ആകുകയും ചെയ്യും. വളരെ ശ്രദ്ധയോടുള്ള ധനവിനിയോഗവും ഈ സമയത്ത് അത്യാവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ട രീതിയിൽ പഠന മികവ് കാണിക്കാൻ സാധിക്കുകയും ചെയ്യും. ചില നല്ല തീരുമാനങ്ങൾ എടുക്കാനും പുതിയ ചില വിഷയങ്ങൾ പഠിക്കാനും ഈ സമയത്ത് സാധിക്കുന്നതാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം, അവിട്ടം നക്ഷത്രക്കാർ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും പരമാവധി പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. ജന്മനാളുകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി ആയുസൂക്തം, അർച്ചന, കൂവളമാല എന്നിവ നടത്തുന്നത് ഏറെ ഗുണം ചെയ്യും. ഇനി നോക്കാം പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ കുറിച്ച്. പൊതുവെ നല്ല സമയം തന്നെയാണ് പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്കും. അതുകൊണ്ട് തന്നെ ശുഭഫലങ്ങൾ ഉണ്ടാകുമെന്നതിൽ തർക്കം വേണ്ട. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ ഒന്നൊന്നായിട്ട് ഇവരിലേക്ക് തിരികെ വരുന്നത് കാണാൻ ഈ സമയത്ത് സാധിക്കും. ഇനിയൊരു അവസരത്തിന് കാത്തു നിൽക്കാതെ അവയെല്ലാം ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. മനസ്സിൻ്റെ ദൃഢത കൂടി വരും. പരാജയപ്പെട്ട ചില സംരംഭങ്ങൾ പുനരാരംഭിക്കാനും അതിൽ നിന്ന് മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാക്കുവാനും സാധിക്കുന്നതാണ്.
ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് ധനം ലഭിക്കും. കൃഷി, കന്നുകാലി വളർത്തൽ, സ്വയം തൊഴിൽ, കരകൗശല വിദ്യകൾ എന്നീ മേഖലകളിൽ ഐശ്വര്യം ഉണ്ടാകുകയും ചെയ്യും. വൈവാഹിക ബന്ധങ്ങൾ, പ്രണയം, കൂട്ടുകച്ചവടങ്ങൾ എന്നിവയിൽ ദൃഢത കൈവരാനും സാധ്യത കൂടുതലാണ്. കലാകായിക പൊതു ഇടങ്ങളിൽ നല്ല പേര് ലഭിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനുള്ള പുതിയ അന്വേഷണങ്ങളും വിജയിക്കും. പൂരുരുട്ടാതി നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പുഷ്പം, എണ്ണ, നെയ്യ് ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.